ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ചിപ്പീസ് കിച്ചൻ. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബൺ പൊറോട്ടയും ചില്ലി ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഫസ്റ്റ് ഞാൻ ബൺ പൊറോട്ടൻ്റെ മാവൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിനു വേണ്ടി ഞാൻ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 3 കപ്പ് എന്ന് പറയുമ്പോൾ 3/4 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മുട്ട വേണമെങ്കിൽ ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. പക്ഷെ ഞാനിപ്പോൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ലേ. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് അല്ല പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് വേണമല്ലോ മാവ് ഉണ്ടാവാൻ. നല്ല സോഫ്റ്റായിട്ടാണ് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുഴച്ചിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്. പൊടി കുഴച്ച അതേ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ സ്പ്രെഡാക്കിയതിന് ശേഷം ഞാനിത് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. അരമണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ വെക്കണമെങ്കിലും വെക്കാം. പക്ഷെ ഞാനിപ്പോൾ അരമണിക്കൂറേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ്റെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായി കഴുകി എടുത്തതാണ്. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. സോയാ സോസ് ചേർത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നോട് ഇടാൻ വിട്ടുപോയി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. ഉപ്പും കൂടി ചേർത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കേ. സോയാ സോസ് ചേർത്തതാണ്, അതിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഈ ചിക്കൻ പീസസ് ഫുള്ള് ഒന്നിച്ച് ഫ്രൈ ആക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗവും ഫ്രൈ ആക്കിയെടുക്കുക. ഈ ചില്ലി ചിക്കൻ ഗ്രേവിയും ബൺ പൊറോട്ടയും കിടിലൻ കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് കഴിച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. അധികം ഹാർഡായിട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട. നമ്മൾ ഗ്രേവിയിലിട്ടിട്ട് കുറച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ്.
അപ്പോൾ ഇതാ ഫുള്ളും ഞാൻ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതേ പാനിലേക്ക് തന്നെ ഓയിൽ അധികം ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് വെക്കുക. ഞാനിതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 3-4 പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ റോ സ്മെല്ലൊന്ന് മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്നിങ്ങനെ ചൂടാക്കി എടുക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഇതാ 2 വലിയ സവാള, ഒരു വലിയ ക്യാപ്സിക്കോ ഇതെല്ലാം കൂടി ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാനിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അധികം വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ അധികം വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. പിന്നെ ഞാനിതിലേക്ക് ഇതാ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. ഇതൊന്നും വിട്ടുപോകരുത്, ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തതിന് ശേഷം ഞാനിതാ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതാ ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തതാണിത്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഇതാ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ആക്കുമ്പോൾ കളറ് ചേർത്ത് കൊടുക്കണ്ട, ഞാനിത് വീഡിയോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇതാ ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ തിക്കായിട്ടല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അധികം ഗ്രേവിയും ഇല്ല. നമ്മൾ പൊറോട്ട കഴിക്കുമ്പോൾ കുറച്ച് ഗ്രേവി വേണമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മല്ലിയിലയാണ് ചേർത്തിട്ടുള്ളത്, മല്ലിയിലക്ക് പകരം സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചതിന് ശേഷം എന്നോട് ഒരു കാര്യം കൂടി ഇടാൻ വിട്ടുപോയി, കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ട് ഞാനിതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഞാനിതിൽ 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി ഞാനിത് അടച്ച് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ചില്ലി ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇത്ര ഗ്രേവിയിലും അധികം ഗ്രേവിയൊന്നുമില്ല, കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ചില്ലി ചിക്കനാണിത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ബൺ പൊറോട്ട റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഈ മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇത് ഞാൻ ഓരോരോ ബോൾസാക്കി എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് പൊറോട്ട റെഡിയാക്കി എടുക്കാം.
മാവ് നന്നായിട്ട് തന്നെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം ഒന്ന് കുഴച്ച് വെച്ചാൽ തന്നെ പൊറോട്ടൻ്റെ മാവ് നന്നായിട്ട് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഓരോരോ ബോൾസാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഈ ബോൾസിൻ്റെ മേലെയും ഓയിൽ തടവിയിട്ടുണ്ട്. ഇനി ഇതാ ഞാനിതിങ്ങനെ പരത്തിയെടുക്കുകയാണ്. ഞാനൊരു റോളർ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഇതുപോലെ പരത്തിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇതാ ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചപ്പാത്തി മടക്കി ചപ്പാത്തി റെഡിയാക്കുന്നില്ലേ, അതുപോലെ ഇതാ ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും മടക്കിയിട്ട് ഇതാ ഇതുപോലെ ചുരുട്ടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ വീശി അടിക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ഉള്ളോട്ടേക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക, അമർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ടിതാ ഇതിങ്ങനെ ഒന്ന് പ്രസ്സാക്കുക. കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് റെഡിയാക്കി എടുക്കാം. ഒന്നും കൂടി ഞാൻ ഇതാ പരത്തിയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ പരത്തിയെടുക്കുക. പരത്തിയതിന് ശേഷം ഇതാ ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ കുറച്ച് പൊടിയൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതിൻ്റെ രണ്ട് വശവും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ചുരുട്ടി കൊടുക്കുക. ചുരുട്ടി വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഉള്ളോട്ടേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. വീശി അടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും. എന്നാലും നല്ല ലെയറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഒന്ന് പരത്തിയിട്ടുണ്ട്. അതിനോട് കാണിക്കാൻ വീഡിയോ ഓഫായി ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഞാൻ പരത്തി വെച്ച ഇതാണിത്. അധികം പരത്തിയെടുക്കില്ല, നമ്മൾ ബൺ പൊറോട്ടയാണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുകയും ചെയ്യും. ഇത്രയേ വലിപ്പം ഉണ്ടാവും ഈ ഒരു പൊറോട്ടയ്ക്ക്. ഇത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കി പാനിലിട്ടിട്ട് കൈ കൊണ്ട് പരത്തി കൊടുക്കുകയും ചെയ്യാം. ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടി ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ടുണ്ട്. അധികം ഓയിൽ ഒഴിച്ചിട്ടില്ല. ഇതൊന്ന് റെഡിയായി വരണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതാണ്. ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഉള്ള് വേവാത്തതുപോലെ ആയിപ്പോവും. കുറച്ച് തടിയുള്ളതാണല്ലോ ഇത്, അതുകൊണ്ട് ഇങ്ങനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നാൽ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. കണ്ടില്ലേ, ഇത് കളറ് മാറി വരുന്നത് കണ്ടില്ലേ. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒറോട്ടി റെഡിയാക്കുന്നത് പോലെ ഒന്നിങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡില്ലേ, നമ്മൾ പത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കൂലേ, അതുപോലെ സൈഡെല്ലാം വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നാലും നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ വേവില്ല എന്ന് വിചാരിച്ചിട്ട് റെഡിയാക്കി എടുക്കാണ്ട് നിൽക്കുകയൊന്നും വേണ്ട. ഇതുപോലെ സൈഡൊന്ന് ഉരുട്ടിയെടുത്താൽ മതി.
കഴിക്കും ഈ പൊറോട്ടൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ പൊറോട്ട ചുടുന്ന പോലെ തന്നെ. കണ്ടില്ലേ, കളറൊക്കെ നന്നായിട്ട് മാറി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക്, അല്ല പ്ലേറ്റിലല്ല, ഞാനിതൊന്ന് അടിച്ചെടുക്കണ്ടേ. നമുക്ക് പൊറോട്ട അടിക്കുന്ന പോലെ കണ്ടാൽ നന്നായിട്ട് പൊങ്ങി വന്നാണ്ടാ, അതുപോലെയാണ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചൂടോടെ തന്നെ ഒരു കാസറോളിൽ വെച്ച് കൊടുക്കുക. എന്നാൽ നല്ല ചൂടുണ്ടാവും. ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി ഫുള്ളായിട്ട് റെഡിയാക്കി എടുക്കാം. ഞാൻ കുറച്ച് മാത്രം വേഗം കാണിക്കുന്നതാണ്. ഫുള്ളും കാണിക്കാൻ നിന്നാൽ സമയം പോവും, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ലേറ്റാവും. അതുകൊണ്ട് കുറച്ച് റെഡിയാക്കിയിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാ എൻ്റെ ബൺ പൊറോട്ടയും ചില്ലി ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റും ഉണ്ട്, ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുമുണ്ട്, നല്ല ലെയറൊക്കെ ഉണ്ട്. അപ്പോൾ കിടിലൻ ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഞാനിത് കഴിച്ച് നോക്കിയിട്ടാണ് പറയുന്നത്, കിടിലൻ ടേസ്റ്റാണ്. നിങ്ങളിത് ഒരിക്കലും ഉണ്ടാക്കിയാൽ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കും. ഉണ്ടാക്കുന്നവരും ഉണ്ടാവും, പക്ഷേ ഞാനിത് അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ്. കിടുവാണ്, രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.